യുദ്ധമില്ലാത്ത ഭൂമിയിൽ ചെന്നാൽ ആ പരമമായ അവസ്ഥയിൽ ഒരു പ്രാവശ്യം ചെന്നു എന്നുള്ളത് കൊണ്ട് അവിടെ സ്ഥിരമായി നിന്നുകൊള്ളണം എന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും അവിടുന്ന് വീണ്ടും പതിക്കാം. അങ്ങനെ പതിക്കുന്നതാണ് വനവാസം. വാക്ക് മന്ധരയുടെ വാക്കു കേട്ട് വശംവദയാകുന്ന കൈകേയി ശ്രീരാമചന്ദ്രന്റെ പിതാവിനെ വശീകരിക്കുകയും പണ്ട് കൊടുത്തിട്ടുള്ള വരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വാക്ക് കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വാക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കുണ്ടലിനിയുടെ വേറെ ഒരു പ്രതീകവും കൂടിയാണ് വാക്ക്. കുണ്ടലിനി ഉത്ഥാപനത്തിന് ശാസ്ത്രത്തിൽ വാക്കുണരുക എന്നും പറയും. വാക്ക് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, വാക്കുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നും ഇവിടുന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ വാക്കുണർത്തിയ പ്രശ്നങ്ങൾ കാരണം ശ്രീരാമചന്ദ്രൻ സീതാസമേതനായി കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോയ സീതാദേവിയെ ദശമുഖനായ രാവണൻ കട്ടുകൊണ്ടുപോവുകയാണ്. നിയന്ത്രണ വിധേയമല്ലാത്ത ഇന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും രാവണനിലൂടെ വെളിപ്പെടുന്നു. നിയന്ത്രണത്തിലല്ലാതെയാകുന്ന ഇന്ദ്രിയങ്ങൾ സ്വാധീനമാക്കിയ ശക്തിയെ നഷ്ടപ്പെടുത്തും എന്ന് ഇവിടെ പറഞ്ഞു വരുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാൻ അനുവദിച്ചാൽ ഈശ്വരീയ ശക്തി ഒരിക്കൽ നേടിയതാണെങ്കിലും നഷ്ടപ്പെട്ടു പോകും എന്ന് ഇവിടെ നമുക്ക് കവി പറഞ്ഞു തരുന്നു. അങ്ങനെ സീതാദേവിയെ നഷ്ടപ്പെടുന്നു. സീതാദേവിയെ നഷ്ടപ്പെട്ട ശ്രീരാമചന്ദ്രൻ വിലപിച്ച് നടക്കുകയാണ്. സീതയെ കണ്ടോ എന്ന് വള്ളിക്കുടിലിനോടും പറക്കുന്ന പറവകളോടും ഒഴുകുന്ന നദിയോടും ഒക്കെ ചോദിക്കുന്ന ഭാഗം രാമായണത്തിൽ നമുക്ക് വായിക്കാം. ഒരു പ്രാവശ്യം ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ലാഞ്ചന അനുഭവിച്ച ഒരു വ്യക്തിക്ക് തന്റെ ചുറ്റുപാടുമുള്ളതും മുഴുവനും ഈശ്വരൻ ആണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഈശ്വരനാണ് തന്റെ ചുറ്റുപാടുമുള്ളത് എന്ന അനുഭവം നഷ്ടമായി കഴിഞ്ഞാലും ആ ഓർമ്മ അവശേഷിക്കും. ആ ഓർമ്മയാണ് ശ്രീരാമചന്ദ്രനെ കൊണ്ട് ഒഴുകുന്ന നദിയെയും പറവകളോടും ഈ വള്ളിപ്പടർപ്പുകളോടും ഒക്കെ സീതാദേവിയെ അന്വേഷിപ്പിക്കുന്നതിന് കാരണമാകുന്നത്. സീതാദേവിയെ അന്വേഷിച്ച് ചെന്നെത്തുന്നത് ഹനുമാന്റെ അടുത്തേക്കാണ്. ഹനുമാൻ വായുപുത്രനാണ്. പ്രാണായാമത്തിന്റെ സൂചന നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അവിടെ. അങ്ങനെ വായുപുത്രനായ ഹനുമാന്റെ സഹായത്തോടുകൂടി സുഗ്രീവന്റെ അടുത്തെത്തുകയാണ്. സുഗ്രീവൻ നല്ല കഴുത്തുള്ളവൻ. യോഗശാസ്ത്രത്തിൽ നല്ല കഴുത്ത് ഉള്ളത് എന്നതും ഒരു പ്രതീകാത്മകമാണ്. പ്രാണായാമം വശമായി കഴിഞ്ഞാൽ ആ ആൾക്ക് തൊണ്ടയുടെ പശ്ചിമ ഭാഗത്തുള്ള ദ്വാരം തുറക്കുമെന്നും ആ പശ്ചിമ ദ്വാരത്തിലൂടെ ശ്വാസം മൂക്കിലൂടെ പോകുന്നതിന് പകരം ഊർധ്വമായി പോകുമെന്നും പറയുന്നു. അങ്ങനെ ഊർധ്വമായ പ്രാണനോട് കൂടിയവനാരോ അവൻ സുഗ്രീവന്റെ അടുത്തെത്തുകയാണ്. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ചു. ദശമുഖനായ വഴിവിട്ടു പോകുന്ന ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് നിയന്ത്രിച്ചെടുത്ത് ആ നിയന്ത്രണത്തിലൂടെ സീതാദേവിയെ വീണ്ടെടുക്കുന്നു. സീതാദേവിയെ വീണ്ടെടുത്തതിന് ശേഷം പുഷ്പക വിമാനത്തിൽ കയറി ഖേചരീ മാർഗത്തിലൂടെ ചിതാകാശ മാർഗത്തിലൂടെ അയോധ്യ എന്ന രണ്ടില്ലാത്ത ഒന്നു മാത്രമുള്ള ഏകമായ നഗരത്തിൽ സുഖമായി വാഴുന്നു. വ്യാസഭഗവാൻ എഴുതിയ അധ്യാത്മരാമായണത്തിന് ഉത്തരകാണ്ഡം ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വ്യാസഭഗവാൻ വരച്ച് കാണിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഈശ്വരീയനായ മനുഷ്യനാണ്. ഈശ്വരത്വമുള്ള മനുഷ്യനാണ്. മനുഷ്യനിലെ ഈശ്വരത്വം കണ്ടുപിടിക്കേണ്ടതാണെന്നും അതിന്റെ പൂർണ്ണതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും വ്യാസഭഗവാൻ ശ്രീരാമചന്ദ്രനിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. മനുഷ്യൻ എത്ര കണ്ട് പൂർണ്ണനാകാൻ ശ്രമിച്ചാലും അപൂർണനായി തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് വാൽമീകി മഹർഷി അദ്ദേഹത്തിന്റെ രാമായണത്തിലൂടെയും വരച്ച് കാണിച്ചു തരുന്നു. പൂർണ്ണനായ മനുഷ്യനാകാനല്ല, മറിച്ച് മനുഷ്യനുള്ളിലെ ദൈവീകതയെ കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാനാണ് ഓരോരുത്തരും യത്നിക്കേണ്ടത് എന്ന് രാമായണത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം.